ഇന്ന് രാവിലെ 6 മണിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടു. എംപുരാൻ്റെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലാണെന്ന് അറിയിക്കാൻ തുരുതുരാ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പടം എപ്പടി എന്ന് ചോദിച്ചുകൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് എ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്ന് പറയുന്ന സിനിമയാണ്. അതും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് എടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എത്ര വട്ടം കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ആസ്വാദനവും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 10 പറയാനുണ്ട്. ഇത്രയും ബഡ്ജറ്റൊക്കെ മുടക്കി ഒരു സിനിമ ചെയ്തൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ? മലയാള സിനിമ തകർന്ന് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റൊന്നും തിരിച്ചു പിടിക്കാൻ മലയാള സിനിമയ്ക്ക് ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തമ്പുരാക്കന്മാരെ അറിയാൻ. പൃഥ്വിരാജ് എന്ന് പറയുന്ന അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തും മറ്റും കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസിനെ വളരെ ജഡ്ജ്മെൻ്റലായി നോക്കിക്കണ്ടുകൊണ്ട് അദ്ദേഹത്തെ രായപ്പൻ തുടങ്ങിയ അധിക്ഷേപ വിളികളൊക്കെ നടത്തിയ ആളുകൾ അറിയാൻ തിയേറ്ററിലേക്കൊന്ന് ചെന്ന് നോക്കണം. റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലൊക്കെ ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാവുക, എല്ലാ നഗരങ്ങളിലും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുക, ക്യൂ നിന്ന് കാത്തു നിന്ന് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന ക്രൗഡുകൾ ഉണ്ടാവുക. അത് പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്ത എംപുരാൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് ആ സിനിമ കളിക്കും. L3 ബഡ്ജറ്റും അവരുണ്ടാക്കും. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു പ്രൊഡ്യൂസർ പറയുന്നത് കേട്ടു, കുറച്ച് നാളുകൾ കാണാതിരുന്ന ഈ താരങ്ങളെയൊക്കെ ആളുകൾ മറക്കുന്നു. ആ താരങ്ങൾ എന്ന് പറയുന്ന ടാഗിൽ നിങ്ങൾ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടം, തിരക്ക്, ആഘോഷം, ട്രാഫിക് ബ്ലോക്കുകൾ ഇതൊക്കെ മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളത് ആഘോഷമാക്കും. തിയേറ്ററിൽ പടം തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ കുറച്ച് കയ്യടികളെ കുറിച്ച് പറയട്ടെ. ഫസ്റ്റ് കുറേ താങ്ക്സ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ ഗോകുലം ഗോപാലൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുമ്പോഴൊക്കെ നല്ല കയ്യടി ഉണ്ടായിരുന്നു. പക്ഷേ സുകുമാരൻ സാറിൻ്റെ ഫോട്ടോ വന്ന സമയത്ത് ഒരു കയ്യടി ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയിൽ മരിച്ചുപോയ അച്ഛനെ കാണാൻ പോകുന്ന മകനെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ അച്ഛൻ പറയുന്നത് സ്വന്തം മക്കളെ അവനവൻ്റെ മരണത്തിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ സക്സസ്ഫുള്ളായി ചെയ്യേണ്ട കാര്യം എന്നാണ്. എന്ന് വെച്ചാൽ തനിക്ക് ശേഷവും ജീവിക്കാൻ അവരെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ തനിക്കും മുകളിൽ പറക്കാൻ, കാലം ഇത്ര കഴിഞ്ഞിട്ടും തനിക്ക് വേണ്ടി കയ്യടികൾ നേടിക്കൊടുക്കാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുകുമാരന്, പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു മകനെ ഉണ്ടാക്കാൻ സാധിച്ചു. ആ കയ്യടിയിൽ ഒരു പങ്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അഭിമാനം ഫീൽ ചെയ്തു. ഇനി സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കടക്കാനാണെങ്കിൽ, ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. ആ സമയത്ത് വരുന്ന ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടാണ്. എന്ന് വെച്ചാൽ ഹൈലി പൊളിറ്റിക്കലായ, നമ്മളിൽ പലരും ഇന്നും മറന്നിട്ടില്ലാത്ത സംഭവങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്ത് ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ പറയുന്ന തീയുടെ എലമെൻറ്റിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ വളരെ മീനിങ് ഫുൾ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പെയിൻഫുൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ഗ്രാഫിക്കൽ വയലൻസ് പരിപാടികൾ കാണിക്കാതെ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത്, അത് ആ ഒരു ടൈറ്റിൽ വർക്ക് ചെയ്തത് ആരാണോ അവർ കൈയടി അർഹിക്കുന്നുണ്ട്. VFX പരിപാടികൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്തത് അത്രയും അവർ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VFX ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പല സീനുകളുടെയും ഭംഗി കൂട്ടുന്നത്. ഇതിനകത്ത് ഈ ഹെലികോപ്റ്റേഴ്സ് വന്ന് ലാൻഡ് ചെയ്യുന്നത്, ബ്ലാസ്റ്റിംഗ് സീക്വൻസുകൾ, അതൊക്കെ എന്ത് ഗംഭീരമാണെന്നറിയോ. നിങ്ങളത് സ്ക്രീനിൽ കണ്ട് കോരിത്തരിക്കാൻ സാധ്യതയുള്ളതാണ്. എത്രയോ ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ. പിന്നെ ബോളിവുഡ് എടുത്ത് ചളമാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ നല്ല വേർഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമുക്കിതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണത്. വളരെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ്. അതിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ലാലേട്ടൻ്റെയൊക്കെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റൈലാണ്. ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നു വരികയാണ്, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സ്ലോ മോഷനിൽ. അത് മതിയെന്നേ, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. സുജിത് വാസുദേവൻ്റെ ക്യാമറയും അഖിലേഷ് മോഹൻ്റെ എഡിറ്റും ഒക്കെ ചേർന്ന് ഭയങ്കര സീംലെസ് ആയിട്ടുള്ള ഒരു കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇന്ദ്രജിത്തിനെ അദ്ദേഹം കണ്ണടച്ച് തുറക്കുമ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണടയുമ്പോൾ ബോധം പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ നിന്ന് അടുത്ത കട്ടിലേക്ക് വരുന്നത് എന്തൊരു സോഫ്റ്റായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എഡിറ്റിൽ അങ്ങനെ കുറേ സാധനങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ഏതോ ഒരു സിനിമാ ഗ്രൂപ്പിൽ ഒരുത്തൻ്റെ പോസ്റ്റ് കണ്ടതാണ്. ദീപക് ദേവിനെ ഇതിൻ്റെ മ്യൂസിക് ഏൽപ്പിച്ചതിനെ കുറിച്ച് എന്തോ ഒരു വലിയ മഹാപരാധം ചെയ്ത പോലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേറെ ആരെയോ കൊണ്ടുവരണമായിരുന്നു എന്ന്. ഇറ്റ്സ് DD മാജിക്. ദീപക് ദേവ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അയാൾ ആരാണെന്ന് അറിയില്ലെങ്കിൽ ദീപക് ദേവിൻ്റെ വിക്കിപീഡിയ പേജിലേക്ക് പോവുക. എന്നിട്ട് പുള്ളി ആദ്യം മുതലേ ചെയ്തിരിക്കുന്ന സിനിമകളിലെ ഓരോ പാട്ടും എടുത്ത് നോക്കുക. ഓരോ പാട്ട് വരുന്ന കേട്ട് നോക്ക്. ഓരോ പാട്ടിൻ്റെയും ഫാനായി നിങ്ങൾ മാറും. അത്ര ഗംഭീരമായിട്ടുള്ള പണി അറിയാവുന്ന ഒരാളാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ദീപക് ദേവ് ഇങ്ങനെ അർമാദിക്കുകയാണ് ഓരോ സീക്വൻസുകൾ. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് അയാൾ പെരുപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ റേഞ്ചിലാണ്. പാട്ടുകളും
ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കൈയടി അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ആൻഡ് മൂന്നാമത്തെ പോസിറ്റീവ് സിനിമയിലെ പൊളിറ്റിക്സ് ആണ്. മുരളി ഗോപി തിരക്കഥയൊരുക്കുന്ന സിനിമയാണ്. അതിൽ പറയുന്ന രാഷ്ട്രീയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യും. വളരെയധികം നമുക്കറിയാവുന്ന, നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള, ചിലപ്പോൾ വിസ്മൃതിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ സിനിമയിൽ അങ്ങിങ്ങായി പരാമർശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ കേരള സംസ്ഥാന ലെവലിൽ മാത്രമല്ല, നാഷണൽ ലെവലിലും ഒക്കെ ഈ പൃഥ്വിരാജ് അടക്കം ഇവരെല്ലാവരും ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു, ഇത് ഏത് സ്റ്റേറ്റിൽ നമ്മളിരുന്ന് കണ്ടു കഴിഞ്ഞാലും, അതായത് ഏത് സംസ്ഥാനത്ത് പോയിരുന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൊളിറ്റിക്സ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ്. അത് ശരിയുമാണ്. സംസ്ഥാനതല, ദേശീയതല, ഇൻ്റർനാഷണൽ തലത്തിലൊക്കെയുള്ള പല പൊളിറ്റിക്കൽ കാര്യങ്ങളും സിനിമയിൽ അങ്ങിങ്ങായി പറഞ്ഞു പോകുന്നുണ്ട്. പറഞ്ഞതൊക്കെയും രസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവരൊക്കെ അച്ഛൻ്റെ മക്കൾ, നമ്മളൊക്കെ നായിൻ്റെ മക്കൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ആൻഡ് പാർട്ടി സമ്മേളനം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരുപാട് ഇൻഡെപ്ത് ഒന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർക്ക് കാണിച്ചു തീർക്കാൻ അത്രയധികം കാഴ്ചകളുണ്ടായിരുന്നു സിനിമയിൽ. അടുത്ത പോസിറ്റീവ്, ഇറ്റ്സ് മോഹൻലാൽ ഷോ എന്ന് വെച്ചാൽ മോഹൻലാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ലൂസിഫറിൽ പോലെ തന്നെ എമ്പുരാനിലും മോഹൻലാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡയലോഗ്സ് നമ്മൾ എണ്ണിപ്പെറുക്കി നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് കുറവാണെന്ന് തോന്നുന്നു. സ്ക്രീനിൽ വന്നു പോകുന്ന സമയമേ അത്രയും കുറവാണ്. പക്ഷേ ഉള്ള സമയം ദ സ്റ്റാർ ഓഫ് ദ ഷോ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഐക്കൺ എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. ഇയാളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. സിനിമയിലെ ഓരോ ഘടകങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇയാളുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ പുള്ളിയില്ല, സ്ക്രീനിലില്ല. എന്താണെന്നറിയോ, ലാലേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഭയങ്കര സ്റ്റൈലാണ്. ഈ പറയുന്ന അബ്രാം ഖുറേഷി പരിപാടിയാണെങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളി സാധനങ്ങളാണെങ്കിലും ഒക്കെ വളരെ രസമായിട്ട് പുള്ളി അങ്ങനെ അർമാദിച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെ മുഴുവൻ ഇങ്ങനെ ഒപ്പിയെടുത്ത് പൃഥ്വിരാജ് നമുക്ക് ആസ്വദിക്കാനിട്ട് തരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസുകൾ മികച്ചതായിരുന്നു. പൊതുവേ ഈ സിനിമകളിൽ, ഇന്ത്യൻ സിനിമകളിൽ വിദേശ താരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവരും ഇതെന്താണ് പരിപാടി എന്നൊക്കെ അറിയാത്ത പോലെ അഭിനയിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന പല സിനിമകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പണി അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിച്ചതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം ആൻ്റണി പെരുമ്പാവൂരിൻ്റെയാണ്. അദ്ദേഹം ഒരു നടനെന്ന നിലയിൽ സ്വയം തേച്ചുമിനുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസമുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഗംഭീരമായിട്ട്, പുള്ളിക്ക് കുറേം കൂടി സ്പേസ് ഈ സിനിമയിലുണ്ട് ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഒരു പക്ഷേ ഇത് സയ്യിദ് മസൂദിൻ്റെ കൂടി ഒരു കഥയാണ്, അയാളുടെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ പറയുന്നൊരു കഥയാണ് എന്നുള്ള രീതിയിൽ നോക്കി കണ്ടാൽ പോലും തെറ്റില്ല. നല്ല രീതിക്ക് തന്നെ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട്. ഫൈറ്റ്സ് ഒക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ ശരിക്കും ലൂസിഫറിൽ അച്ഛൻ്റെ മകളും അനിയൻ്റെ ചേച്ചിയും സ്റ്റീഫൻ്റെ സംരക്ഷണയിലുള്ള ആൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് ടൈറ്റിലുകളിൽ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ മഞ്ജു വാര്യർ അവർ ശരിക്കും പ്രിയദർശിനി രാംദാസ് ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് പുള്ളിക്കാരിയുടെ സ്പോയിലറായിപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി, അത് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബൈച്ചേട്ടനും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട് മാൻ, അടിപൊളിയാണ്. ടൊവിനോ ആസ് യൂഷ്വൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ നന്നായി ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സും സ്റ്റോറി ലൈനും ഒക്കെയാണ്. ഡയലോഗ്സിലേക്ക് വരുമ്പോൾ ഒട്ടും മറ്റേ ക്ലാസ് എടുക്കൽ പരിപാടിയല്ല. കാരണം ഇതിൽ ഈ പറയുന്ന കലാപം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള കലാപങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉള്ള പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിമർശനാത്മകമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഇതൊരു സ്റ്റഡി ക്ലാസ് എടുപ്പ് പരിപാടിയല്ല. ഈ സിനിമ ഇങ്ങനെയാണ്, കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ്, ഇതിങ്ങനെ പോകുന്നു. അതിൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ കൃത്യമായൊരു മീറ്ററിൽ പിടിച്ചു പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എവിടെയും ക്ലാസ് എടുപ്പ് പരിപാടിയായിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന മാതി നിങ്ങൾ ഇനി അടുത്തേക്ക് പോകും എന്ന് പറയാൻ തോന്നുന്ന അങ്ങനത്തെ പലപ്പോഴും ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ തോന്നും. പക്ഷേ ഇവിടെ അത്തരമൊരു പരിപാടി ഇല്ല. എന്നാൽ അതേസമയം ലൂസിഫറിലുള്ളത് പോലത്തെ കുറേ പഞ്ച് ഡയലോഗ്സ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്തില്ല. തീരെ പഞ്ചില്ല എന്നല്ല, പക്ഷേ പഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഒന്നും ഈ സിനിമയിൽ നിന്ന് അങ്ങനെ എടുക്കാൻ കിട്ടിയതുപോലെ തോന്നിയിട്ടില്ല. പിന്നെ ഇത് മാത്രമല്ല, ഫസ്റ്റ് പാർട്ടിൽ ഉള്ളതുപോലത്തെ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അത് ഡയലോഗ്സ് മാത്രമല്ല, ഫൈറ്റ് സീക്വൻസിലും ഒക്കെ ഈ ഫസ്റ്റ് പാർട്ടിലുള്ളതിൻ്റെ അതിൻ്റെ ഒരു പാരലൽ പരിപാടി പോലെ ഇവിടെയും ഇപ്പം ഈ തന്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയലോഗ് ഫസ്റ്റ് പാർട്ടിൽ വളരെ ഹിറ്റായിരുന്നു. ഈ സിനിമയിലും അങ്ങനെ ഒരു ഡയലോഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് പാർട്ടിലുള്ളതിൻ്റെ ആ ഒരു പഞ്ച് കിട്ടുന്നില്ല. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈനിലേക്ക് വരുമ്പോഴും ആക്ച്വലി എനിക്കിതിൽ കുറച്ച് പ്രഡിക്റ്റബിൾ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രഡിക്റ്റബിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ടീസർ ഡീകോഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ട്രെയിലർ ഡീകോഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടീസർ ഡീകോഡിങ്ങിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഇവർ എങ്ങനെയായിരിക്കും പറയാൻ സാധ്യതയുള്ളത്, ഇത്രയും ലെങ്ത് ആയിട്ട് ഇത്രയും കഷ്ണങ്ങളുള്ളൊരു കഥ ഇവർ ഏത് രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്ത് പറയാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് അന്നേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴും കഥാഗതി എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ പ്രഡിക്റ്റബിൾ ആകുമ്പോഴും അവർ അതിനൊക്കെ മറികടക്കുന്നത് ഈ ഗംഭീരമായിട്ടുള്ള വിഷ്വൽ പരിപാടികളിലൂടെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മ്യൂസിക്കൽ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. അതിന് പറയുന്ന പോലെ
ട്രെയിലറും ടീസറൊക്കെ കണ്ട് കഥ ഊഹിക്കുന്ന ഒരാളല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. നിങ്ങളെ ഞെട്ടിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് കുറേയേറെ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പരിധിയുടെ ഇപ്പുറത്ത് നിൽക്കാനുള്ള ഒരു ശ്രമം, അതായത് വിഷ്വലി അതിനെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കാണിക്കണ്ട എന്ന് സംവിധായകൻ എടുത്തൊരു തീരുമാനം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഈ മതപരമായിട്ടുള്ള കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സും എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷെ അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇവരുടെ ഈ ഒരു വെഞ്ചൻസ് എന്ന് പറയുന്നത്, ഇവർ ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ള വെഞ്ചൻസ് എന്ന് പറയുന്ന ഒരു സാധനം സിനിമയിലേക്ക് വരുന്ന സമയത്താണ് അതൊരു സ്പോയിലർ ആവുന്നു എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇൻഡെപ്ത് പറയുന്നില്ല. നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വെഞ്ചൻസ് പാർട്ട് വരുന്ന സമയത്തെ ഇവർ ഈ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ദാറ്റ്സ് നോട്ട് കെ അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് സയ്യിദ് മസൂദ് സ്റ്റൈൽ. അവരുടെ സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും അതല്ല അവരുടെ രീതി. ആ സമയമായപ്പോഴേക്കും ഇതൊരു ഈർക്കിലി കഥയായിപ്പോയി. രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ള ഒരു പക പോലെയൊക്കെ അങ്ങനെ വളരെ വളരെ ചുരുങ്ങി കണ്ടുപോയി എന്ന് എനിക്ക് തോന്നി. കാരണം സിനിമയിൽ തന്നെ പറയുന്നത് ഇതിൽ നമ്മൾ വ്യക്തികളെയല്ല, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ചിന്തകളെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അവതരണമുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വെട്ടി അങ്ങോട്ട് വെട്ടി എന്ന് പറയുന്ന പോലത്തെ ആ ഒരു പരിപാടിയായിപ്പോയി. പിന്നെ മറ്റൊരു ഫൈറ്റ് സീക്വൻസ് ഈ പറയുന്ന കടവുള പോലെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, അതിനോട് സിമിലർ ആയിട്ടൊക്കെ പിടിക്കാൻ ചെയ്തതുപോലെയും തോന്നി. അവിടെ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഞാൻ വെഞ്ചൻസ് ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഫൈറ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ബാഹുബലിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സലാറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് ആ സ്റ്റൈലിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യരാജ് പ്രഭാസ് പൃഥ്വിരാജ് മോഹൻലാൽ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനത്തിലേക്ക് വന്നു തോന്നി. അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകൾ ഫീൽ ചെയ്തതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ അവരത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. വിഷ്വലി അത് കണ്ടുകൊണ്ടിരിക്കാനുള്ളതുണ്ട്. പക്ഷേ ആ സ്റ്റൈല് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. മാത്രമല്ല അത് ഞാൻ സിനിമയിൽ പ്രതീക്ഷിച്ചിരുന്നതും കൂടി കൊണ്ടായിരിക്കാം എനിക്കതിലൊരു വോ ഫാക്ടർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ അടുത്ത ഫൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതൊരൊറ്റ ടേക്കിൽ ലാലേട്ടൻ കുറേ നേരം നിന്ന് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കണം. ഇത് മുഴുവൻ ഓർത്തിരിക്കണ്ടേ. വരുന്നവൻ വെട്ടുകൊണ്ട് തെറിച്ച് വീഴുന്നു, പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ അതെങ്ങനെ വെട്ടുന്നു, എങ്ങനെ വീശുന്നു, അതൊക്കെ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. ഈ പറയുന്ന നെഗറ്റീവ്സിനൊക്കെ ഓവർകം ചെയ്യാനുള്ള സാധനങ്ങൾ സിനിമയിലുണ്ട്. ഞാൻ പറയുന്നത് ഈ നെഗറ്റീവ്സ് ഒന്നും സിനിമ കാണാതിരിക്കാനോ സിനിമ കാണുന്നതിന് രണ്ടാമതൊരു ചിന്തയ്ക്കോ നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവരുതെന്നുള്ളതാണ്. ഇതെനിക്ക് ഫീൽ ചെയ്ത കുഞ്ഞു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തീർച്ചയായും തിയേറ്ററിൽ എൻജോയ് ചെയ്യാവുന്ന, സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണിത്. ആൻഡ് L3 അവരൊരു ഇടിവെട്ട് സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.